പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനും മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം പരിപാടി ഇതിങ്ങനെ എടുത്താൽ മതി, ഇങ്ങനെ ചുറ്റുന്നതിന് ഒരു ഇലയോണ്ട് എടുത്താൽ മതി. മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനുമാണ് ഇങ്ങനെ നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ബഹുമാനിയായ മേയർ ഏതാനും സമയം കൊണ്ട് മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരും. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 2021 ഡിസംബർ മാസമാണ് ആദ്യമായി ആരംഭിച്ചത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് ടൂറിസം വകുപ്പിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, മലബാറിലെ ടൂറിസം സാധ്യതക്കനുസരിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. മലബാർ ടൂറിസം വികസിക്കുന്നത് കേരള ടൂറിസത്തിന് ഏറെ കരുത്തു പകരുന്നതാണ്. അതുകൊണ്ട് ഒരു വലിയ ഇവന്റ്, മലബാറിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം കൂടിയായ ബേപ്പൂരിൽ, മനോഹരമായ ബീച്ചുകളുള്ള ബേപ്പൂരിൽ ഒരു വലിയ വാട്ടർ സ്പോർട്സ് അടങ്ങിയ ഒരു ഇവന്റ് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. അതിന്റെ ഭാഗമായി ആദ്യം ചർച്ച ചെയ്തപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായി. കോവിഡിന്റെ സമയമായി. എന്നാൽ കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഒരു വലിയ ഇവന്റ് കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിലും ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്നത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആയി. അതിന്റെ ഭാഗമായി ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്കകളെയൊക്കെ അസ്ഥാനത്താക്കി ജനങ്ങൾ ആ പരിപാടി ഏറ്റെടുക്കുകയും ജനങ്ങൾ അതിന്റെ സംഘാടകരാവുകയും ചെയ്തു. 2021 ഡിസംബറിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ പങ്കെടുത്തത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് വിവിധ ദിവസങ്ങളിലായിട്ട്. കോവിഡിന് ശേഷം ലോകത്ത് തന്നെ ഉണ്ടായ കൂട്ടായ്മകളിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത കൂട്ടായ്മകളിൽ ഒന്നായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ട്. പിന്നീട് എല്ലാ വർഷവും നടത്തണം എന്ന ആവശ്യം പൊതുവെ ജനങ്ങളിൽ തുറന്നു വന്നു. അതിന്റെ ഭാഗമായി കേരള ടൂറിസം വകുപ്പ് ഒരു ഫണ്ട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് എല്ലാ വർഷവും മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഓരോ വർഷവും ഒന്നിനൊന്ന് മികവുറ്റ നിലയിലേക്ക് ജനകീയ പങ്കാളിത്തവും പരിപാടിയുടെ നിലവാരവും ഉയർന്നു. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത് നടത്തിയിട്ടുള്ളത്. അത് ആ നിലയിൽ തന്നെ ഇത്തവണ സീസൺ 4 സംഘടിപ്പിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുവരെയും കഴിഞ്ഞ 3 തവണയും നടന്നതുപോലെ തന്നെ നല്ല പോസിറ്റീവായ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നത്. മലബാറിലേക്ക് ഇതിന്റെ ഭാഗമായി കൂടുതൽ സഞ്ചാരികൾ വരുന്ന നിലയിലേക്കുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ തയ്യാറാവും. സാഹസിക ജലകായിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ നിലയിലേക്ക് ലോക ഭൂപടത്തിൽ ഇടം നേടി കൊടുക്കാൻ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് സാധിച്ചു. നൂതന ആശയങ്ങളെ എല്ലാ നിലയിലും പിന്തുണക്കുന്ന ജനങ്ങളും ടൂറിസം ഇൻഡസ്ട്രിയും ഇതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 4ാം സീസണിന്റെ സംഘാടക സമിതി ചൂരൽമല ദുരന്തം കാരണം അല്പം വൈകി. ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നത്. അതിന്റെ ഭാഗമായി
ജില്ലാ കലക്ടർ ചെയർമാൻ ആയിക്കൊണ്ട് ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. DTPC സെക്രട്ടറിയും ജോയിന്റ് ഡയറക്ടർ ടൂറിസവും DDയും അടങ്ങിയ ഒരു നേതൃത്വം അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തു. ഇതിന്റെ അനുബന്ധ പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു. പ്രധാന പരിപാടികൾ ഡിസംബർ 27 മുതൽ 29 വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. ഡിസംബർ 27-ന് ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. കോഴിക്കോട് MP ബഹുമാനപ്പെട്ട ശ്രീ MK രാഘവൻ മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ കോഴിക്കോട് മേയർ ശ്രീമതി ഡോക്ടർ ബീന ഫിലിപ്പ് മറ്റൊരു മുഖ്യാതിഥിയാണ്, വിശിഷ്ടാതിഥിയാണ്. ഇതിൽ ഇപ്പോൾ പൊതുവെ കലാരംഗത്ത് പ്രത്യേകിച്ച് പുതിയ തലമുറക്കൊക്കെ വലിയ താല്പര്യമുള്ള സംവിധായകനും പിന്നീട് നടനും ഒക്കെയായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ ബേസിൽ ജോസഫ് ഇതിൻ്റെ ഒരു മുഖ്യാതിഥിയായി ഇതിൽ പങ്കെടുക്കും. ബേസിൽ ജോസഫ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഒരു പ്രചാരകനായി തന്നെ ഉണ്ടാവും. വിനീത് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടന ദിവസം നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും ഒക്കെയായ വിനീത് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന പരിപാടിയിൽ വിനീത് ശ്രീനിവാസൻ പങ്കെടുക്കുന്നതിന് ശേഷം കലാപരിപാടികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് അതിഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഫെസ്റ്റിവൽ വേദിയിൽ ഉയർത്തുവാനുള്ള പതാക സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വലിയ പങ്കുവഹിച്ച കോഴിക്കോട് ബീച്ചിൽ സൈക്ലിങ്ങിലൂടെ ആരംഭിച്ച് ബേപ്പൂർ ബീച്ചിലെത്തിക്കും. ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഭക്ഷ്യമേള ഡിസംബർ 25-ന് ആരംഭിക്കും. 25 മുതൽ 31 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 26-നാണ് അതിന്റെ ഉദ്ഘാടനം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ സീസൺ പോലെ തന്നെ ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ബേപ്പൂർ ബീച്ച്, ചാലിയം ബീച്ച്, നല്ലൂർ മിനി സ്റ്റേഡിയം എന്നീ വേദികളിൽ 3 ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 4-ന്റെ ഭാഗമായി ഡിസംബർ മാസം 28-29 തീയതികളിൽ ഡ്രോൺ ലൈറ്റ് ഷോ നടത്തുന്നുണ്ട്. ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ ജലകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്ത ഉദ്ഘാടകരുമുണ്ട്. സർഫിംഗ്, സെയിലിംഗ്, കനോയിങ്, ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റ്, പാരാമോട്ടറിംഗ്, ഫ്ലൈബോർഡ്, കയാക്കിംഗ്, അപ്പാഡിംഗ് റേസ്, ഡിങ്കി ബോട്ട് റേസ്, വലവീശൽ, ഫ്ലൈബോർഡ്, ഡെമോൺസ്ട്രേഷൻ, ട്രഷർ ഹണ്ട്, കൺട്രി ബോട്ട് റേസ്, ചൂണ്ടയിടൽ, നേവി കോസ്റ്റ് ഗാർഡ് ഷിപ്പ് വിസിറ്റ്, നേവി ബാൻഡ്, നേവി സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയ നിരവധി ജലസാഹസിക പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. മലബാറിലെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് മലബാറിലേക്ക് കൂടുതൽ ടൂറിസം ഇൻഡസ്ട്രി കടന്നു വരാൻ സാധിക്കുന്ന നിലയിൽ ബിസിനസ് ടു ബിസിനസ് മീറ്റാണ്, B2B മീറ്റാണ്. ഡിസംബർ മാസം 27-ന് B2B മീറ്റ് കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് ചാലിയാറിന്റെ തീരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടൂറിസം ഇൻഡസ്ട്രിയിലെ വിവിധ മേഖലകളിലുള്ളവർ ഇതിനകം തന്നെ B2B മീറ്റിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇവരൊക്കെ തന്നെ മലബാർ ടൂറിസത്തിനും കേരള ടൂറിസത്തിനും വികാസം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് പുതിയ പദ്ധതികൾക്ക് സ്വകാര്യ നിക്ഷേപത്തിന് ഉൾപ്പെടെ തയ്യാറായി നിൽക്കുകയാണ്. അതും ഈ B2B മീറ്റിങ്ങിന്റെ ഒരു പ്രധാന
ചർച്ചാ വിഷയം. ടൂറിസം മേഖലയിൽ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ എല്ലാ നിലയിലും സർക്കാർ പ്രോത്സാഹിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. B2B മീറ്റ് അതിനേറെ സഹായകരമായി മാറും. ഡിസംബർ 27 മുതൽ 29 വരെ ബേപ്പൂര്, നല്ലൂർ, ചാലിയം ബീച്ച് എന്നീ വേദികളിൽ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത വിരുന്ന്, മ്യൂസിക്കൽ ബാൻഡ് എന്നിവ ഉണ്ടായിരിക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പ്രീ ഇവന്റുകൾ ഡിസംബർ മാസം 13 മുതൽ കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കബഡി, വോളിബോൾ, റഗ്ബി, ഫുട്ബോൾ, സ്കേറ്റിംഗ്, മിനി മാരത്തോൺ, ബഷീർ ഫെസ്റ്റ്, സൂഫി ഗസൽ നൈറ്റ്, പാട്ടുവണ്ടി പര്യടനം, മ്യൂസിക്കൽ ബാൻഡ് അവതരണങ്ങൾ, ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ചിത്രരചന, സംവാദം, സൈക്ലിംഗ് തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ നല്ലൂരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഡിസംബർ മാസം 29-ന് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ അംഗം ബഹുമാന്യനായ ശ്രീ AP അബ്ദുൽ വഹാബ് മുഖ്യാതിഥിയായിരിക്കും. അതിൽ വിവിധ മേഖലകളിലുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായി ആ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായിട്ടുണ്ടാകും. അവരൊക്കെ ഇതിൽ പങ്കുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇതിൽ പ്രീ ഇവന്റുകളിൽ നാളെ ബീച്ച് ഫുട്ബോൾ നടക്കുന്നുണ്ട്. പ്രശസ്ത ഫുട്ബോൾ താരം ശ്രീ CK വിനീത് അത് ഉദ്ഘാടനം ചെയ്യും. സെയിലിംഗ് 27-ാം തീയതി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. സെയിലിംഗിൽ പ്രശസ്തർ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കുകൊള്ളും. ടൂറിസം ഡയറക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രൻ IAS ആണ് സെയിലിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. 28-ാം തീയതി കോസ്റ്റ് ഗാർഡ്, നേവി യുദ്ധക്കപ്പൽ പ്രദർശനമുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ നിർവഹിക്കും. 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട്. അതിന്റെ ഫ്ലാഗ് ഓഫ് മുൻ MLA കൂടിയായ ശ്രീ VKC മുഹമ്മദ് കോയ നിർവഹിക്കും. ഇതിൽ ഈ ബേപ്പൂർ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകൾ പങ്കെടുക്കുന്ന പട്ടം പറത്തൽ മത്സരമാണ്. അത് പൊതുവെ കഴിഞ്ഞ തവണ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഇത്തവണ 27-ാം തീയതി ഡിസംബർ 27-ന് വൈകുന്നേരമാണ് പട്ടം പറത്തൽ മത്സരം. മുൻ മന്ത്രിയും ബഹുമാനപ്പെട്ട കൊടുവള്ളി MLA-യുമായ ശ്രീ MK മുനീർ പട്ടം പറത്തൽ മത്സരം ഉദ്ഘാടനം നിർവഹിക്കും. 26-ാം തീയതി ഡിസംബർ 26-ാം തീയതി വയലാലിൽ ബഷീർ ഫെസ്റ്റ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 10 മണിക്ക് അതിന്റെ ഉദ്ഘാടനം രാജ്യസഭാ അംഗം ശ്രീ A റഹീം നിർവഹിക്കും. പിന്നെ വേറെ കുറെ ഉദ്ഘാടന പരിപാടികളുണ്ട്. ഞാൻ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ MLA-മാരും ഒക്കെ ആയിട്ടാണ് നിർവഹിക്കുന്നത്. മേയർ, ഡെപ്യൂട്ടി മേയർ, MLA-മാർ അടങ്ങിയ ഒരു നിര ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. 24-ാം തീയതി ബേപ്പൂർ, ചാലിയം, നല്ലൂർ എന്നീ 3 കേന്ദ്രങ്ങളിലും ജനകീയ ക്ലീനിങ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. അതിൽ ജനപ്രതിനിധികൾ ഉണ്ടാവും, യുവജന വളണ്ടിയർമാരുണ്ടാവും, ടൂറിസം ക്ലബ് അംഗങ്ങൾ ഉണ്ടാവും, NCC ഉണ്ടാവും, NSS ഉണ്ടാവും, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടാവും. പരിപാടി കഴിഞ്ഞാലും ഒരു ജനകീയ ക്ലീനിങ് സംഘടിപ്പിക്കാൻ ഇതുപോലെ വളണ്ടിയർമാരാകെ പങ്കെടുത്തുകൊണ്ട് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതും ഇവിടെ അറിയിക്കുകയാണ്. അപ്പോൾ പരിപാടിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും
പ്രയാസമുള്ളതും നമുക്ക് ആ നിലയിൽ തന്നെ പരിഹരിച്ചു പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിന് 2025 സമാനമായി ഡിസംബർ അവസാനം കുറേയേറെ ടൂറിസം പദ്ധതികൾ കൂടി ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. 2020 നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചറും കൊണ്ട് വരിക കേട്ടോ, മുന്നോട്ട് വരിക, ഇവിടെ ഇരിക്കുക. നമ്മുടെ ക്യാമറയുടെ ഇടയിലൂടെ ശൈലജ ടീച്ചറെ കാണുന്നതാണ്. 2025 പുതുവത്സര സമ്മാനമായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ കൂടി ഭാഗമായി കോഴിക്കോട് ജനതക്ക് കുറേയേറെ ടൂറിസം പദ്ധതികളെ പുതുവത്സര സമ്മാനമായി നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ബേപ്പൂർ ബീച്ചാണ്. 9,94,00,000 രൂപ ചെലവഴിച്ച് ബേപ്പൂർ ബീച്ച് നവീകരിച്ചിരിക്കുകയാണ്. ദീർഘകാലമായി ഇവിടുത്തെ ജനങ്ങളുടെ, കോഴിക്കോട്ടെ ജനങ്ങളുടെ ഒരു ആവശ്യം. പുളിമൂട്ട് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം, ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക്. പുളിമൂട്ട് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. അവിടെ ഇരുട്ട് എന്നുള്ള പ്രശ്നമുണ്ട്, ലൈറ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബോട്ടുകൾ ഇപ്പോൾ ബേപ്പൂർ ബീച്ചിൽ വരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നവീകരണത്തിന് ചില ഫണ്ടിങ്ങുണ്ട്. അങ്ങനെ 9,94,00,000 രൂപ ചെലവഴിച്ച പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട്ടെ കേരളത്തിലെ ടൂറിസ്റ്റുകൾക്ക്, ജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനം. ഇന്ന് വൈകുന്നേരം തന്നെ കോഴിക്കോട്ടെ ചരിത്ര പ്രാധാന്യമുള്ള 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലൈറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളവർക്കറിയാം, അവിടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ ലൈറ്റിംഗ്, ബഹുമാനിയ മേയറൊന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ പ്രധാന കെട്ടിടങ്ങൾ ലൈറ്റിംഗ് ആണ്. എല്ലാ ദിവസവും സന്ധ്യയായാൽ ദീപാലങ്കൃതമാണ്. അതുപോലെ 2025 കോഴിക്കോട് നഗരത്തിന് പുതുവത്സര സമ്മാനമായി ടൂറിസം വകുപ്പ് ഇന്ന് CSI പള്ളിയും പട്ടാളപ്പള്ളിയും ഹസാർഡ് ലൈറ്റിംഗ് ആരംഭിക്കുകയാണ്. നാളെ ഇത് 7:30 മണിക്കാണ്. CSI പള്ളിയിൽ ലൈറ്റിംഗ് ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പട്ടാളപ്പള്ളിയിലേക്ക് പോവുകയാണ്. അവിടുന്ന് പട്ടാളപ്പള്ളിയുടെ ലൈറ്റിംഗ് നിർവഹിക്കും. നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ്. നാളെ ഒറ്റിച്ചിറ പള്ളി ഹസാർഡ് ലൈറ്റിംഗ് ആരംഭിക്കും. നാളെ വൈകുന്നേരം 7:30 മണിക്ക്. ഇത് 3-നുമായി ഹസാർഡ് ലൈറ്റിങ്ങിനായി 4,46,00,000 രൂപയാണ് 2025 പുതുവത്സര സമ്മാനമായി ഇന്ന് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്നും നാളെയും. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് വാക്ക്വേ ഡിസംബർ 21 വൈകുന്നേരം 6 മണിക്ക് നാടിന് സമർപ്പിക്കുകയാണ്. 1,10,00,000 രൂപ ഉള്ള ഈ പദ്ധതി ടൂറിസ്റ്റുകൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്നതാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. അവിടെ ഒരു വാക്ക്വേ, മനോഹരമായ വാക്ക്വേ വരാൻ വേണ്ടി പോകും. ഡിസംബർ മാസം 22-ന് കഴിഞ്ഞ തവണയൊക്കെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതുപോലെ മാനാഞ്ചിറ സ്ക്വയർ ന്യൂ ഇയർ ലൈറ്റിംഗ് ആരംഭിക്കുകയാണ്. 97,94,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ തുക കൂടുതലാണ്. ഡിസംബർ 22-ന് വൈകുന്നേരം 7 മണിക്ക് മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റിംഗ് നാടിന് സമർപ്പിക്കും. ഈ അവധിക്കാലം എല്ലാവർക്കും അവിടെ വന്ന് ആ ദീപാലങ്കൃതമായ മാനാഞ്ചിറ സ്ക്വയർ എല്ലാ നിലയിലും നല്ലൊരു അനുഭവം ലഭ്യമാകും. അതിൻ്റെ അപ്പുറത്ത് പട്ടാളപ്പള്ളി ലൈറ്റിംഗ് ആണ്, CSI പള്ളി ലൈറ്റിംഗ് ആണ്. ഇനി തളി ക്ഷേത്രത്തിൽ ദീപാലങ്കൃതമാകുന്ന പദ്ധതി, ഒരു ഭാഗത്ത് തളി ക്ഷേത്രം സൗന്ദര്യവൽക്കരണം നടന്നു. ഇനി അതിൻ്റെ ഒരു പുതിയ പദ്ധതി വരാൻ പോകുന്നു. അപ്പുറത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അതിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പിൻ്റെ ഒരു പദ്ധതി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നഗരത്തിലെ പ്രധാന കെട്ടിടങ്ങൾ, ആരാധനാലയങ്ങൾ, ഇതൊക്കെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. മതസാഹോദര്യത്തിനൊക്കെ ഒരുപാട് പേര് കേട്ടതാണ്. അത് പട്ടാളപ്പള്ളി ആയിക്കൊള്ളട്ടെ, കുറ്റിച്ചിറപ്പള്ളി ആയിക്കൊള്ളട്ടെ, തളി ക്ഷേത്രമായിക്കൊള്ളട്ടെ,
ശ്രീകണ്ഠേശ്വര ക്ഷേത്രമായിക്കൊള്ളട്ടെ, CSI പള്ളി ആയിക്കൊള്ളട്ടെ, വലിയ നിലയിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അങ്ങനെ ആ നിലയിൽ നവോത്ഥാന പോരാട്ടങ്ങളിൽ പോലും നവോത്ഥാന നായകർ ഉൾപ്പെടെ വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആ നിലയിൽ മതസാഹോദര്യത്തിന്റെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് നമുക്കിതിനെ മാറ്റപ്പെട്ടു. നഗരമാകെ ദീപാലംകൃതമാകും. ചാലിയം ബീച്ച് ഡിസംബർ 23 വൈകുന്നേരം 6 മണിക്ക് ഫേസ് 1-ന്റെയും 2-ന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രെൻഡിങ് ആയതാണ് ചാലിയം ബീച്ച്. 9,54,00,000 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇത് ഈ 6 പദ്ധതികൾ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ 2025 കോഴിക്കോടിനും കേരളത്തിനും പുതുവത്സര സമ്മാനമായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും ഈ കോഴിക്കോട് നഗരത്തിലെ പ്രധാന കെട്ടിടങ്ങൾ ദീപാലംകൃതമായി നിൽക്കും. കോഴിക്കോട് നഗരത്തിലേക്ക് കടന്നു വരുന്ന ഫറൂഖ് പഴയ പാലം ഇപ്പോൾ ദീപാലംകൃതമാണ്. കോഴിക്കോട് നഗരത്തിന്റെ കവാടമായ ഫറൂഖ് പുതിയ പാലവും ഇപ്പോൾ സൗന്ദര്യവൽക്കരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നവർക്ക് മേയർ ഇവിടെ എടുത്തിട്ട് മേയർ മുഖം പോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കോഴിക്കോട് നഗരം ജനങ്ങളെ സ്വീകരിക്കും. അതിനുകൂടിയാണ് ഈ പദ്ധതി. അപ്പോൾ ഇതൊക്കെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ കൂടി ഭാഗമായി നഗരത്തിന് സമർപ്പിക്കുകയാണ്. നമുക്ക് ഇതിന് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാവരും ഇതിനോട് നല്ല സഹകരണത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് നല്ലൊരു വിജയം മാറ്റണം. ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യം അതിന് എല്ലാ നിലയിലും പ്രാധാന്യമുണ്ട്. മുമ്പ് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നടന്ന നാടാണിത്. അന്ന് അതിൽ കക്ഷി ചേർന്നവർ പോലും ഒറ്റക്കെട്ടായി നിന്ന് ഈ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ ഐക്യത്തിന് കരുത്തു വരുന്നതാണ്. ഇത് ടൂറിസം ആംഗിളിൽ മാത്രം നോക്കേണ്ട ഒരു കാര്യമല്ല, പല നിലയിലും നോക്കേണ്ട ഒരു ഫെസ്റ്റാണ്. ഇതിന് എല്ലാവിധ പിന്തുണയും നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പിന്നെ ഭാവിയിൽ നമുക്ക് ഹസാർഡ് ലൈറ്റിംഗ് ഓൾഡ് കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ, കോഴിക്കോട് ടൗൺ ഹാളിൽ, ലൈറ്റ് ഹൗസിൽ ഈ ഹസാർഡ് ലൈറ്റിംഗ് വരും. അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഇതുപോലുള്ള ടൗൺ ഹാളിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. ഒരു പ്രധാന കേന്ദ്രങ്ങളെയൊക്കെ എല്ലാ സന്ധ്യക്കും ദീപാലംകൃതമായി മാറുമ്പോൾ നഗരത്തിൽ വരുന്നവർക്ക് അത് വലിയ ഒരു താല്പര്യമാണ് വരിക. അത് ടൂറിസം വകുപ്പ് ആ നിലയിലാണ് ഇതിനെ കാണുന്നത്. നമുക്ക് എല്ലാവരെയും യോജിപ്പിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് നിങ്ങൾ എല്ലാ വർഷവും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇത്തവണ കുറച്ച് കൂടുതൽ നൽകണം. അതിൻ്റെ വാർത്തകളും മറ്റൊക്കെ കൊടുക്കണം. ഇപ്പോൾ തന്നെ ചില ചാനലുകൾ മോർണിംഗ് ഷോ അവിടെ നടത്താം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാ നിലയിലും നമുക്ക് ഇപ്പോൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്കും, നെഹ്റു ട്രോഫി വള്ളംകളിക്കും, അതുപോലുള്ള മറ്റ് പ്രധാനപ്പെട്ട ഇവന്റുകൾക്കും ലഭ്യമാകുന്നത് പോലെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ, കേരള ടൂറിസത്തിന്റെ കുതിപ്പ് വർദ്ധിപ്പിക്കാൻ ഈ പരിപാടികളുടെ സ്പെഷ്യൽ ഷോകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിനെ അത് അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുക.